ഇടതു സഹയാത്രികനും സംവിധായകനുമായ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ തുറന്നു പറച്ചിലുമായി ചലച്ചിത്ര പ്രവർത്തക ഡോക്ടർ ആശ അച്ചി ജോസഫ്. ലൈംഗികാതിക്രമം നടത്തിയത് ബോധപൂർവമാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ചുമതല നിർവഹിക്കുമ്പോഴാണ് അപമാനിക്കപ്പെട്ടത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. പോലീസ് വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടും FIR രജിസ്റ്റർ ചെയ്യാൻ വൈകിയെന്നും ഡോക്ടർ ആശ അച്ചി ജോസഫ് പറയുന്നു. മലയാള മനോരമ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് ഈ വിമർശനമുള്ളത്. മേഘന മുരളി തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. മേഘന, ഇക്കാര്യത്തിൽ ഒരു തുറന്നു പറച്ചിലിന് തയ്യാറായിരിക്കുകയാണല്ലോ ആശ അച്ചി ജോസഫ്. എന്താണ് ആ ലേഖനത്തിൽ പറയുന്നത്? സർക്കാർ ഈ വിഷയത്തിൽ ബോധപൂർവം ഒരു അലംഭാവം കാണിച്ചു എന്ന ഒരു വിമർശനം ആശ അച്ചിക്ക് ഉണ്ടോ? എന്താണ് മറ്റ് വിശദാംശങ്ങൾ? അതങ്ങനെ തന്നെയാണ്. അതിൽ പ്രധാനമായും ഈ ലേഖനത്തിൽ പറയുന്നത്, ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: തൊഴിലിടത്തിലെ ലൈംഗികാതിക്രമത്തെ അതിജീവിച്ച സ്ത്രീ, ഞാൻ നിശബ്ദയായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ലേഖനം ഡോക്ടർ ആശ അച്ചി ജോസഫ് തുടങ്ങുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ താൻ പുറത്തു വന്ന് ഈ കാര്യം സംസാരിക്കാൻ, ഞാനാണ് ആ ലൈംഗികാതിക്രമം നേരിട്ട യുവതി എന്ന് സംസാരിക്കാനുള്ള കാരണം ഈ നിശബ്ദയായിരിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് പേർ പ്രേരിപ്പിക്കുന്നു. പക്ഷേ അത് എന്നിൽ മേൽ നടത്തുന്ന മറ്റൊരു അതിക്രമമായാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് തുറന്ന് സംസാരിക്കണമെന്നുള്ളതാണ് ഈ ലേഖനത്തിൽ ഈ ഡോക്ടർ ആശ അച്ചി ജോസഫ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ജോലിക്കിടെയാണ് തനിക്ക് ലൈംഗികാതിക്രമം ഉണ്ടാകുന്നത്. നഗരമധ്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഹോട്ടലിലാണ് ഈ സംവിധായകനും ഗുരുവായൂർ മുൻ MLA-യും അതുപോലെ തന്നെ ഇടത് സഹയാത്രികനുമായിട്ടുള്ള PT കുഞ്ഞുമുഹമ്മദ് തന്നെ അപമാനിക്കുന്നത്. അതിനുശേഷം നവംബർ 24-ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. ശേഷം പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തുന്നു. പിന്നീട് ഡിസംബർ 8-ന് മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നതിന് ശേഷം മാത്രമാണ് പോലീസ് FIR രേഖപ്പെടുത്തിയത്. അവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്, തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഡോക്ടർ ആശ അച്ചി ജോസഫ് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനമായും പലരും ഇത് സങ്കീർണമാക്കരുത് എന്ന് പറഞ്ഞ് സമീപിച്ചു. അതുപോലെ തന്നെ ഈ കാര്യം മിണ്ടാതിരിക്കാനായിരുന്നു പല കോണുകളിൽ നിന്നും തന്നോട് പറഞ്ഞത്. പക്ഷേ അതിന് താൻ ഒരുക്കമല്ലായിരുന്നു. എന്നിട്ടും ഡിസംബർ 8-ന് ശേഷമാണ് FIR രേഖപ്പെടുത്തുകയും അതിന്റെ തുടർ നടപടികളിലേക്കും പോയത്. ആ സമയത്ത് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഈ വിവാദമായ IFFKയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് തന്റെ ശബ്ദം ഉയർന്നു വരരുത് എന്നുള്ളതായിരുന്നോ ഈ ഒരു നിശബ്ദയാക്കാനുള്ള കാരണത്തിന് പുറകിൽ എന്നുള്ളതാണ് ഡോക്ടർ ആശ അച്ചി ജോസഫ് ചോദിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് അറിഞ്ഞുകൊണ്ടുള്ള, നേരത്തെ പദ്ധതി ഇട്ടുകൊണ്ടുള്ള ഒരു ലൈംഗിക അതിക്രമമായിരുന്നു നടത്തിയത് എന്നുള്ള കാര്യം കൂടി പ്രധാനമായും പറയുന്നുണ്ട്. PT കുഞ്ഞുമുഹമ്മദ് അത് സമൂഹത്തിൽ ഉയർന്ന പദവിയുള്ള ഒരാളാണ്. അതുപോലെ തന്നെ താനും ഇതുപോലെ ചലച്ചിത്ര അക്കാദമിക്കും അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയ്ക്കും നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി അംഗമായി തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. പക്ഷേ തനിക്ക് നീതി ലഭിച്ചില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ 2017-ൽ ചലച്ചിത്ര മേഖലയിൽ ഒരു നടി അപമാനിക്കപ്പെട്ടപ്പോൾ WCC എന്ന കൂട്ടായ്മ രൂപീകരിക്കുകയും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ കാലം ഇത്ര കഴിഞ്ഞിട്ടും തൊഴിലെടുത്ത് സ്ത്രീക്ക് ലൈംഗികാതിക്രമം നേരിടേണ്ടി വരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. എന്തായാലും മിണ്ടാതിരിക്കാൻ ഇനിയും ഉദ്ദേശിക്കുന്നില്ല, താൻ പുറത്തേക്ക് വരുന്നു. അത് മിണ്ടാതിരിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് മറ്റൊരു അതിക്രമമാണ് എന്നുള്ള കാര്യമാണ് ഡോക്ടർ ആശ അച്ചി ജോസഫ് പറയുന്നത്. അതിൽ വലിയ വിമർശനമായി വരികയും ചെയ്യുന്നത്, FIR രേഖപ്പെടുത്താൻ ഈ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയിട്ടും നവംബർ 24-ന് പരാതി നൽകിയിട്ടും ഡിസംബർ 8 കഴിഞ്ഞ് മാധ്യമ വാർത്തയ്ക്ക് ശേഷമാണ് FIR ഇടാൻ തയ്യാറായത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ PT കുഞ്ഞുമുഹമ്മദിനെതിരെ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ പരാതി വ്യാജമാണ് എന്നുള്ള PT കുഞ്ഞുമുഹമ്മദിന്റെ ആരോപണങ്ങളും വിശദീകരണവും ഒക്കെ തള്ളിക്കൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഈ നഗരമധ്യത്തിലെ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ സാക്ഷിമൊഴികളും ഒക്കെ നിർണായകമായിട്ടുണ്ട്. അതിനിടയിൽ അതിന് പിന്നാലെയാണ് ഒരു തുറന്നു പറച്ചിലുമായി ഡോക്ടർ ആശ അച്ചി ജോസഫ് വരുന്നത്. GK. ശരി, മേഘന മുരളി ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.